നമസ്കാരം. കുഞ്ഞു പാല് കുടിക്കുന്നത് വിശന്നിട്ട് മാത്രമല്ല, നുണയാനുള്ള രസം കൊണ്ടുകൂടിയാണ്. മനഃശാസ്ത്രജ്ഞന്മാരാണ് ഈ രഹസ്യം കണ്ടുപിടിച്ചത്. കവിതയും പ്രണയവും വിപ്ലവങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് മസ്തിഷ്കത്തിലുണ്ടാകുന്ന ചൊറിച്ചിലിൻ്റെ ഫലമായിട്ടാണ്. ആനയ്ക്ക് ചൊറിയാൻ കൈയില്ലാത്തതിനാൽ കരിമ്പാറയിൽ പോയി തലയിട്ടുരയ്ക്കും. ചൊറിച്ചിലിൻ്റെ സുഖം കൊണ്ട് തോല് പൊളിഞ്ഞു പോയാലും അറിയുകയില്ല. ഇങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ നിന്നും തോല് പൊളിയുന്ന തരത്തിൽ പ്രസംഗിച്ച് ചൊറിച്ചിൽ മാറ്റുന്ന ഒരു കൊച്ചു സഖാവുണ്ട് നമുക്ക്. വിപ്ലവം നുണയാനുള്ള കൊതി കൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ തൊണ്ട കീറിപ്പാടുന്നത്. പേര് ജെയ്ക് സി തോമസ്. ഈ ചെറുപ്പക്കാരൻ പലതും വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ കാലവും കമ്മ്യൂണിസവും കാരണഭൂതനും മാറിയതറിയാതെ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എണ്ണം പറഞ്ഞ കോടികൾ കീസയിൽ നിന്ന് വലിച്ചെറിഞ്ഞ വിമാനത്താവളങ്ങളെ സ്വന്തമാക്കി ഇന്ത്യൻ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിന്റെ ദല്ലാളായ ഗൗതമദാനി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച എന്താ? തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഗൗതമദാനി വില പറയുമ്പോ തിരികെയുടെ ശബ്ദമുണ്ടാവുകയാ. വിമാനത്താവളത്തിന്റെ വില എത്രയെന്ന് ഗൗതമദാനി നിശ്ചയിക്കുന്ന സമയത്ത് അതിന് നേരെ പ്രതിരോധം ഉയർത്തിക്കൊണ്ട്, അതിന് നേരെ ചെറുത്തുനിൽപ്പ് ഉയർത്തിക്കൊണ്ട് കേരളം ഒരു ശബ്ദം കാണുന്നുണ്ട്. കേട്ടില്ലേ? കേരളം കണ്ട സ്വപ്നത്തിൻ്റെ കഥയാണിത്. കോർപ്പറേറ്റ് രാക്ഷസനും കുത്തക ബൂർഷയുമായ അദാനി വിമാനത്താവളത്തിൻ്റെ വില ചോദിച്ചപ്പോൾ ഇച്ഛാശക്തിയുള്ള പിണറായി പറഞ്ഞത്രേ, എത്രയായാലും ഇങ്ങി തന്നേരെ എന്ന്. കോർപ്പറേറ്റുകളുമായി വിലപേശി വിമാനത്താവളവും തുറമുഖവും വരെ വാങ്ങുന്ന ശക്തിമാനായി മാറിയിരിക്കുന്നു നമ്മുടെ പിണറായി. ഈ പ്രസംഗം നടത്തി ക്ഷീണിച്ച ജയ്ക്ക് അന്ന് 2 മുട്ട വാട്ടിക്കുടിച്ചാണ് ആരോഗ്യം വീണ്ടെടുത്തത്. ഇങ്ങനെ കീശയിൽ നിന്നും കാശ് വലിച്ചെറിയുന്ന കോർപ്പറേറ്റ് ദല്ലാളിനെയാണ് നമ്മുടെ വാസവൻ അണ്ണൻ അവർ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചത്. അത് കേട്ടിട്ട് പോയ മോദി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ലെന്നാണ് BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. കോർപ്പറേറ്റ് എന്ന് കേൾക്കുമ്പോൾ വിറകൊള്ളുന്ന കുട്ടി സഖാക്കൾക്ക് 8ൻ്റെ അല്ല നല്ല 16ൻ്റെ പണിയാണ് വാസവൻ നൽകിയത്. പാലോറമാതയുടെ ആടിൻ്റെ ചരിത്രത്തിൽ നിന്നും അദാനിയുടെ ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അഭയം തേടിയ ഒരു പ്രസ്ഥാനമായി മാറിപ്പോയല്ലോ ജയ്ക്ക് നമ്മുടെ പിണറായി പാർട്ടിയും അതിനെ നയിക്കുന്ന പിണറായി കുടുംബവും. വിപ്ലവത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് നമ്മൾ കെട്ടിപ്പൊക്കിയ സൗധങ്ങളുടെ ചരിത്രമല്ല. പ്രസ്ഥാനത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ത്യാഗമായിരുന്നു പണ്ടൊക്കെ. ഈ സത്യമൊക്കെ നേതാക്കന്മാരോട് ഒതുക്കത്തിൽ പറയാനുള്ള ത്രാണി വിപ്ലവം പറഞ്ഞു നടക്കുന്ന കൊച്ചു സഖാക്കൾക്ക് ഉണ്ടോ സഖാവേ? ലോട്ടറി രാജാവായിരുന്ന സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ദേശാഭിമാനി ബോണ്ടായി വാങ്ങിയ 2 കോടി തിരിച്ചു കൊടുപ്പിക്കാൻ അന്ന് നമുക്കൊരു VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. പാർട്ടി പിണറായി വിജയൻ്റെ കയ്യിലെത്തിയതോടെ ബൂർഷ്വാ മുതലാളിമാരായി നമ്മുടെ ചെങ്ങാതികൾ. ഫാരീസ് അബൂബക്കറും മെർക്കിൻസ്റ്റൺ എസ്റ്റേറ്റ് മുതലാളിമാരും മുട്ടിൽ മരംമുറി സഹോദരന്മാരുമൊക്കെ പാർട്ടിയുടെ തോഴരായി മാറി. ഇപ്പോൾ പാർട്ടി ചിന്തിക്കുന്നത് കയ്യൂരിൻ്റെയും കരിവെള്ളൂരിൻ്റെയും കഥകളല്ല, ഉറങ്ങാൻ എന്തു വേണമെന്നാണ്. ഉറങ്ങാൻ നമുക്ക് ഈ വിപ്ലവ സൗധങ്ങൾ മാത്രം മതി ജയിക്കെ. ഉണരാൻ മറ്റു പലതും വേണം. ജയ്ക്ക് കുട്ടൻ പറഞ്ഞ കോർപ്പറേറ്റ് ദല്ലാൾ അദാനി ഇനി നമുക്ക് അവർ പാർട്ട്ണറാണ്. ഇനി ഉറക്കത്തിൽ പോലും ബൂർഷ്വാ എന്ന സ്വരത്തിൽ കൂർക്കം വലിക്കരുത്. വരവേൽപ്പ് സിനിമയിൽ ലേബർ ഓഫീസറായ തിലകൻ തൊഴിലാളി നേതാവായ മുരളിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്: നെല്ലുകുത്തുന്ന മില്ലുള്ളവൻ ബൂർഷ്വാ, സെക്കൻഡ് ഹാൻഡ് ബസ്സുള്ളവൻ ബൂർഷ്വാ. എന്നാൽ യഥാർത്ഥ ബൂർഷ്വാസിയുടെ രോമത്തിൽ തൊടാൻ നിന്നെ കൊണ്ടൊക്കെ കഴിയുമോ? എത്ര സത്യമായിരുന്നു ആ ഡയലോഗ്. യഥാർത്ഥ ബൂർഷകളൊക്കെ നമ്മുടെ പാർട്ട്ണർമാരാണ് ഇപ്പോൾ സഖാക്കളെ. പഴയ വർഗസമരത്തിൻ്റെയും വാരിക്കുന്തത്തിൻ്റെയും മുണഞ്ഞ കഥകൾ പറഞ്ഞ് ഇതുവഴി വന്നേക്കല്ലേ മേലാൽ. നന്ദി.